ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും. എൻ്റെ ഈ ചെറിയ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ എന്താ പറയാൻ പോണത്, വെണ്ണയും നെയ്യിനെയൊക്കെ പറ്റിയിട്ടാണ്. ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സൊസൈറ്റിയിൽ നിന്നാണ് പാല് വാങ്ങിക്കുക. അപ്പോൾ ആ പാല് അത്യാവശ്യം നന്നായിട്ട് കൂടാറുണ്ട് കേട്ടോ, നല്ല കിട്ടും. ഞാനപ്പോൾ ആ പാല് നന്നായി കാച്ചിയിട്ട് നമ്മുടെ കാലത്ത് ആവശ്യം കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ അത്യാവശ്യം ചായ വയ്ക്കുമ്പോൾ എടുക്കുമല്ലോ വേണ്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ആ പാലിനെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നാളെ രാവിലെ ആകുമ്പോഴേക്കും പാലിൽ ആടെ നന്നായി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ബൗളിൽ ആക്കി വെക്കും കേട്ടോ. ഇങ്ങനെ ഇതിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ചിലപ്പോൾ 10 ദിവസമൊക്കെ ഒന്നിച്ച് ആക്കി വെച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി കലക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെണ്ണ കിട്ടും കേട്ടോ. നല്ല വെണ്ണയായിരിക്കും, നല്ല മഞ്ഞ കളറും നന്നായിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വേണം, എന്നാൽ തന്നെ ഇതാവും. എന്നിട്ട് ഇതിനകത്ത് മിക്സിയിൽ അടിച്ചിട്ട് ഉള്ളതാണ് കേട്ടോ. ഇത്രയും ഉള്ളതിനെ അടിച്ചിട്ട് കിട്ടിയതാ വെണ്ണയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഇതായിട്ടിരിക്കേണ്ട, ഒരു മായവും ഇല്ലാത്തതല്ലേ, നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ, നല്ല ടേസ്റ്റുമാണ്. നല്ല ഉരുക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മണം എന്തുപോലെ വരുമെന്നറിയോ. ഞാനെന്താണോ വെണ്ണ ഉരുക്കുമ്പോൾ ഒരു 3-4 കറുവപ്പിൻ്റെ ഇല ഇടും. കറുവപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ എന്താണോ ഇല അങ്ങനെ അതിൻ്റെ ഒരു വൈറ്റമിൻസൊക്കെ കിട്ടും ചെയ്യുമല്ലോ. അപ്പോൾ അതും ആവും ഒരു പ്രത്യേകം, ഒന്നും കൂടി ഒരു മണം കൂടും ചെയ്യും. അപ്പോൾ ഈ വെണ്ണയുടെ അടിയിലുള്ളതൊക്കെ അങ്ങനെ ഊറിക്കഴിഞ്ഞാൽ തെളിഞ്ഞ നെയ്യായിട്ട് നമുക്ക് കിട്ടും. പിന്നെ വെണ്ണയ്ക്ക് വരെ നമുക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യാതെ അങ്ങനെ ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയും ചെയ്യാം. ഞാൻ അധികം നെയ്യാക്കാരാണ് ചെയ്യാറ്. ദോശയ്ക്കും ഞങ്ങൾക്ക് സാധാരണത്തിന് നെയ്യ് ഇഷ്ടമാണ്. അപ്പം നമ്മളിത് പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടും നമ്മൾ ഉണ്ടാക്കണതിന് കുറച്ച് ടേസ്റ്റും കൂടും, പ്യുവറല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാറ്. ബാക്കി ഇതിന്ന് കിട്ടണ ഇതാണ് അതിൻ്റെ മോര്. ഈ മോരെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഒത്തിരി കറുവപ്പിൻ്റെ ഇലയും പച്ചമുളക് ഇഞ്ചിയും ഉപ്പൊക്കെ ഇട്ട് ചതച്ചിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ചോറിന് സംഭാരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് മോര് കാച്ചില്ലേ, വെളുത്തുള്ളിയും മഞ്ഞളും കുരുമുളകും കറുവപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ, വയറ്റിലെ